ന്റെ അമ്മ ഒരു MLA ആയിരുന്നെങ്കിൽ ആ MLAക്ക് ഇതേപോലെ എക്സൈസ് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് കലഹിക്കാനും തന്റെ മകനെതിരെ കേസെടുത്ത എക്സൈസ് ഉദ്യോഗസ്ഥനെതിരെ ശക്തമായി പൊതുവേദിയിൽ പ്രതിഷേധിക്കാനും അതിനെ പിന്തുണച്ചുകൊണ്ടൊരു സാംസ്കാരിക വകുപ്പ് മന്ത്രി സംസാരിക്കാനും ഉണ്ടായിരുന്നെങ്കിൽ വേടൻ ഇന്ന് പ്രതിപട്ടികയിൽ നിന്ന് പുറത്താകുമായിരുന്നു. ഈ വേടൻ ഒരു ഉന്നത കുലജാതനാണെന്ന് സ്വയം അഭിരമിക്കുന്ന ഒരു കേന്ദ്രമന്ത്രിയായിരുന്നുവെങ്കിൽ അയാൾ ധരിച്ചിരുന്ന ഈ പുലിപ്പല്ല് എന്നുള്ളത് ഒരു കുറ്റകൃത്യത്തിന്റെ ഭാഗമായ തൊണ്ടി മുതലാകില്ലായിരുന്നു. ആരും വേടൻ കുറ്റം ചെയ്യില്ലായിരുന്നു എന്ന് നമുക്ക് ഉറപ്പിക്കാമായിരുന്നു. ഈ വേടൻ ഒരു സിനിമയിൽ അഭിനയിച്ചൊരു നായകനായി മാറുകയും നായകനായി മാറിയ ഈ വേടനെ പിന്തുണയ്ക്കാൻ വേണ്ടി പൊതുസമൂഹത്തിൽ മന്ത്രിമാരായും സഹനടന്മാരുമായും വേഷം കെട്ടിയാടുന്ന നിരവധി മനുഷ്യർ സഹായിക്കാൻ വേണ്ടത്ര തെളിവുകൾ മാറ്റിക്കൊടുക്കാൻ പിന്നിൽ അണിയറയിൽ ഉണ്ടായിരുന്നെങ്കിൽ വേടൻ ഈ പറയുന്ന കുറ്റകൃത്യം ചെയ്തതായി ആർക്കും സംശയം ഉണ്ടാവില്ല. വേടനെതിരായ കേസ് ഈ സർക്കാർ തന്നെ പിൻവലിക്കുമായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചത്. സാങ്കേതികമായി നിയമം വിജയിക്കുകയും നീതി നിഷേധിക്കപ്പെട്ടു പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായി. കോടതി എന്ന് പറയുന്ന സംവിധാനവും ഈ സിസ്റ്റത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ അത് ആരുടെ താല്പര്യത്തെ പ്രതിനിധാനം ചെയ്യുന്നുവെന്ന് ഞാൻ പറയേണ്ടതുണ്ടോ? ഏത് പൊതുബോധത്തെയാണ് നമ്മളെല്ലാവരും പിൻപറ്റുന്നത്, ഈ സിസ്റ്റം പിൻപറ്റുന്നത് എന്ന് പറയേണ്ടതുണ്ടോ?